അല്ല പ്രസിഡന്റ്, എങ്ങോട്ടങ്ങൾ തിരക്കിട്ട് പോണ്? ഒന്നും പറയണ്ട ഷിബു, 3-4 ചെക്കന്മാരുണ്ടായിരുന്നു അടി ഉണ്ടാക്കണേ. ഒന്ന് ഇടപെടാൻ ചെന്നതാ. ഞാനൊരു പ്രസിഡന്റാന്നുള്ള ബോധ്യം കൂടി ഓൽക്കുണ്ടായില്ല. ഒരടി എനിക്കും കിട്ടി. പിന്നെ എന്താ ആവിടുത്തെ വിചാരിച്ച് ഞാൻ കൊണ്ട് പോന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? മുമ്പ് ഞാൻ മീറ്റിംഗിൽ അവതരിപ്പിച്ചെങ്കിൽ ഓർമ്മ ഉണ്ടോ? നമ്മളെ പഞ്ചായത്തിലെ യുവ തലമുറയ്ക്ക് ലഹരിക്ക് അഡിക്റ്റ് ആകുന്നുണ്ടെന്നുള്ളത്. ഇപ്പൊ നിങ്ങളെ വാർത്തകൾ കാണില്ലേ? സ്കൂളിൽ പോണ പെൺകുട്ടികളടക്കം ലഹരി ഉപയോഗിക്കുക, പെണ്ണുങ്ങളെ റോഡ് സൈഡിൽ നിന്ന് അടി ഉണ്ടാക്കണ്, അച്ഛന്മാരെ തല്ലുന്ന്, ഉമ്മേന്റെ കഴുത്തിറക്കണ്. എന്തൊക്കെയാ നമ്മളെ നാട്ടിൽ നടക്കണത്? ഇപ്പൊ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായില്ലേ? ഇനിയിപ്പോ നാളെ നമ്മളെ പഞ്ചായത്തിന്റെ അവസ്ഥക്ക് എന്താവും ആര് കണ്ടു? അത് പിന്നെ യുവതലമുറേനെ പിണക്കിയാ പിന്നെ വോട്ട് കിട്ടി വീണ്ടും നമുക്ക് അധികാരത്തിൽ കയറണ്ടല്ലോ. അതുകൊണ്ടാ പിന്നെ പ്രസിഡന്റെ, നമ്മൾ വോട്ട് ബാങ്ക് എന്ന് വെച്ചിങ്ങാണ്ട് നമ്മളെ നാട് നശിക്കുന്നത് ശ്രദ്ധിക്കാണ്ടിരുന്നാല് നമ്മൾ 1-2 ടേണുമ്പാടൊക്കെ വരും. പക്ഷെ അതോടുകൂടി നമ്മളെ പാർട്ടി നശിക്കും, നമ്മളെ നാട് നശിക്കും. നേരെ മറിച്ച് നമ്മളെ നാടിന് നന്മകൾ ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും തുടർഭരണത്തിൽ വരികയാണെങ്കിൽ നമ്മളെ നാടും നന്നാവും, അതോടൊപ്പം നമ്മുടെ പാർട്ടിയും നന്നാവും. ശരിയാടാ, നീ പറഞ്ഞാലും കാര്യമുണ്ട്. നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ട സമയമായി.